പൂരം കലക്കിയത് എന്തിന്? അരിശം ആരോട്? പൂരപ്രേമികൾ നിരാശയിൽ. തലചെരിഞ്ഞ കമ്മീഷണർക്കെതിരെ നാട്ടുകാർ. നിർദ്ദേശം എവിടെ നിന്ന്? അജണ്ട എന്തിനു വേണ്ടി? ഗുണഫലം ആർക്ക്? ഉത്തരമില്ലാതെ പൂരപ്രേമികൾ. ലോകപ്രശസ്തിയുള്ള തൃശ്ശൂർ പൂരം മങ്ങിപ്പോയത് എങ്ങനെ? പാണ്ടിമേളവും പഞ്ചവാദ്യവും എലഞ്ഞിത്രമേളവും എല്ലാം ഭംഗിയായി. രാത്രി വെടിക്കെട്ട് കാണാൻ ഉറക്കമൊളിച്ച് വർഷങ്ങളായി പൂരപ്രേമികൾ വെടിക്കെട്ട് കാണാൻ കാത്തിരുന്നവർക്ക് മനസ്സൊടിഞ്ഞുപോയി. അതിനുശേഷം അവർക്ക് മടങ്ങേണ്ടിയും വന്നു. അങ്ങനെയുള്ളൊരു അവസരമാണ്, അങ്ങനെ ഒരു ആദ്യ തൃശ്ശൂർ പൂരമാണ് ഇപ്പോൾ നടന്നു പോയത്. പൂരക്കാഴ്ചകൾ കാണാൻ രാത്രിയിൽ കുടുംബത്തോടെ എത്തിയ പതിനായിരങ്ങളെ വലച്ചത് പോലീസിൻ്റെ കടുംപിടുത്തവും അനാവശ്യ നിയന്ത്രണവുമെന്ന് വ്യാപകമായ ആരോപണം. കമ്മീഷണർ അങ്കിത് അശോകൻ്റെ കടുംപിടുത്തവും അഹങ്കാരവും ധാർഷ്ട്യവും വരിഞ്ഞുകെട്ടാനുള്ള പ്ലാസ്റ്റിക് കയർ കൊണ്ടാണ് പോലീസിനെ നിയന്ത്രണം. ബാരിക്കേഡ് കെട്ടിയും കയർ കെട്ടിയും തെക്കോട്ടിറക്കവും പോലീസിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കി നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന രീതിയിൽ മാറ്റിമറിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത് ശരിയല്ലെന്ന ആക്ഷേപം ഉയർന്നു. കടുംപിടുത്തവും ജനങ്ങളെ പരിഭ്രാന്തിയാക്കി മാറ്റുകയായിരുന്നു. കേരളത്തെ രണ്ടാമത്തെ മന്ത്രിയായ കെ രാജൻ ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. എത്ര കൊലവമ്പൻ പോലീസ് ഉന്നത പദവി വഹിക്കുന്നവരായാലും അനുസരിക്കാതെ വന്നവരെ മണിക്കൂറിനുള്ളിൽ പണി കൊടുക്കുന്ന എത്ര സംഭവങ്ങൾ കേരള ജനത കണ്ടതാണെന്നും അവിടെ ഒരു കമ്മീഷണറുടെ വിളയാട്ടം കൊണ്ട് പൂരം മങ്ങിപ്പോയതാണ് പ്രശ്നമാവുന്നത്. രാത്രി 11 മണിയോടെ പാറമേക്കാവിന് മുന്നിൽ 7 ആനകളുടെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളത്തും ചോറ്റാനിക്കര നന്ദപ്പമാരാരുടെ സംഘത്തിൻ്റെയും പഞ്ചവാദ്യം കാണാൻ 9 മണിയോടെ തന്നെ ജനങ്ങൾ നിറഞ്ഞിരുന്നു. മറുഭാഗത്ത് തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം കൊഴുപ്പിക്കാൻ തുടങ്ങിയതോടെ ജനങ്ങൾ അവിടേക്ക് നീങ്ങിത്തുടങ്ങി. മഠത്തിൽ നിന്ന് കലാശ പൊട്ടി നടുവിലാലിലെത്തിയപ്പോൾ എഴുന്നള്ളിപ്പു സംഘം മുന്നിലെ ബാരിക്കേഡ് കണ്ട് അന്താളിക്കുകയായിരുന്നു. തിടമ്പേറ്റിയ ആനയെയും വാദ്യക്കാരെയും അടക്കം പോലീസ് തടഞ്ഞു വെക്കുകയായിരുന്നു. വെടിക്കെട്ടിനു വേണ്ടി സ്വരാജ് റൗണ്ടിൽ അടിച്ചു കഴിഞ്ഞെന്നും ഇനി അങ്ങോട്ടേക്ക് കടത്തിവിടാനാവില്ലെന്നുമായിരുന്നു വാദം. മഠത്തിൽ വരവ് നായ്ക്കലാലിൽ കലാശിക്കുന്നതാണ് നൂറ്റാണ്ടുകളായുള്ള പതിവെന്നും അതിൽ മാറ്റം വരുത്താനാകില്ലെന്നും കമ്മിറ്റിക്കാർ പറഞ്ഞെങ്കിലും പോലീസ് അനങ്ങിയില്ല. ഇതോടെയാണ് എഴുന്നള്ളത്ത് നിർത്തി പഞ്ചവാദ്യക്കാർ പിരിഞ്ഞു പോയതും തിടമ്പുമായി ആനയും മടങ്ങി. ജനങ്ങൾ നിരാശരായി. വെടിക്കെട്ട് കാണാൻ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശനം തടഞ്ഞതും വെടിക്കെട്ട് തൊഴിലാളികളെ കുറയ്ക്കണമെന്ന പോലീസ് നിർദ്ദേശങ്ങളും പ്രതിഷേധത്തിന് ഇരയായി മാറി. പൂരം കമ്മിറ്റിക്കാരെ വെടിക്കെട്ട് നടക്കുന്ന വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തിലേക്ക് കടത്തിവിടില്ലെന്നും രാത്രി പോലീസ് അറിയിക്കുകയായിരുന്നു. തുടർന്ന് പ്രതിഷേധ സൂചകമായി തിരുവമ്പാടിയുടെ നായ്ക്കനാൽ കാഴ്ച പന്തലുകളുടെ ലൈറ്റ് അണയ്ക്കുകയും വെടിക്കെട്ടിന് മുമ്പ് തന്നെ സ്വരാജ് റൗണ്ടിലേക്കുള്ള റോഡുകളെല്ലാം അടച്ചു. ഇതോടെ കമ്മീഷണർ അങ്കിത് അശോകനും ദേശക്കാരും തമ്മിൽ തർക്കമായി ഉന്തും തള്ളുമായി. വെടിക്കെട്ട് നടത്തിപ്പിലും പോലീസ് ഇടപെട്ട് രാത്രി പൂര പഞ്ചവാദ്യവും നിർത്തിവെക്കുകയും പൂരപ്പന്തലിലെ ദീപാലങ്കരവും ഓഫ് ചെയ്തു. തിരുവമ്പാടിയുടെ രാത്രി ചടങ്ങിൽ ഒരാനയിൽ ഒതുക്കേണ്ടി വന്നു. വെടിക്കെട്ട് കാണാൻ സ്വരാജ് റൗണ്ടിലേക്ക് പടിഞ്ഞാറ് വടക്ക് ഭാഗങ്ങളിൽ എവിടെയും പ്രവേശിക്കാൻ പൂരപ്രേമികൾ പോലീസ് അനുവദിക്കാതെ തടഞ്ഞു നിർത്തുകയായിരുന്നു. ഇതിനിടയിൽ കമ്മീഷണറും അങ്കിത് അശോകനും ബഹളമുണ്ടാക്കിയും പിടിച്ചു തള്ളുകയും ചെയ്തു ജനങ്ങളെ ക്ഷുഭിതരാക്കി. കലക്ടറും മന്ത്രി കെ രാജനും നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് വെടിക്കെട്ട് നടത്താമെന്ന തീരുമാനം ഉണ്ടാകുന്നത്. ഇതിനകം സമയം കാലത്ത് 6 മണിയായി കഴിഞ്ഞു. പുലർച്ചെ 3 മണിക്ക് നടക്കേണ്ട വെടിക്കെട്ട് കാലത്ത് 7:10 നടക്കുന്നത്. കാത്തു നിന്ന കുറേ പേർക്ക് കാലത്തെ വെടിക്കെട്ട് കാണാൻ അവസരമുണ്ടാക്കി എന്ന് മാത്രം.
തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പോലീസ് കമ്മീഷണറുടെ വാശി മൂലം പൂരം അലങ്കോലപ്പെടുന്നത് ഇതാദ്യമാണെന്ന് ജനങ്ങൾ പറഞ്ഞു. തൃശ്ശൂർ പൂരം കലങ്ങിയതിൽ പ്രതിഷേധിച്ച് പ്രതികരണവും പല ഭാഗത്തു നിന്നും നേതാക്കളുടെ പ്രതികരണവും വരുന്നു. വെറുതെ സംഘർഷമുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പോലീസിനെ വിമർശിച്ച് MP ഗോവിന്ദൻ പറഞ്ഞു. തൃശ്ശൂർ പൂരത്തിലെ വിവാദ പ്രശ്നങ്ങളിൽ ജനങ്ങൾക്ക് ആശങ്കയും സംശയങ്ങളും ബലപ്പെടുന്നതായും പ്രശ്നത്തെപ്പറ്റി ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് K മുരളീധരൻ MP-യും ആവശ്യപ്പെട്ടു. ജനങ്ങൾക്ക് ഒരാശങ്കയുമില്ല, അണ്ണൻ തമ്പി ബന്ധമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. മോദി, പിണറായി, രാഹുൽ വാക്പോരും മുറുകുന്നു. രാഹുൽ എന്തിന് ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്ന് മത്സരിക്കുന്നു? എന്നാൽ ഡൽഹിയിൽ നിന്ന് ആനിരാജ എന്തിന് വയനാട് വന്ന് മത്സരിക്കുന്നു? രണ്ടുപേരും ഒരേപോലെ തന്നെയല്ലേ? അത് രാഹുലിന് മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ എന്ന ചോദ്യവും ഉയരുന്നു. പോരിൻ്റെ തുടക്കം എവിടെ നിന്ന്? മോദി കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്ന് പിണറായിക്കെതിരെ സ്വർണ്ണക്കടത്ത്, കരുവന്നൂർ കൊള്ള, മാസപ്പടി, കരിമണൽ കമ്പനിയുമായി അഴിമതി നടത്തി 1,00,000 കോടിയുടെ അഴിമതി പിണറായി സർക്കാർ നടത്തിയെന്ന് മോദി ആചരിച്ചു. അതേസമയം പിണറായി വിജയൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലത്തും ഓടി നടന്ന് കോൺഗ്രസിനെയും രാഹുലിനെയും CAA പ്രശ്നവും പൗരത്വ പ്രശ്നം പ്രകടന പത്രികയിൽ ഇല്ല എന്ന് പറഞ്ഞ് അധിക്ഷേപം മാത്രമാണ് നടത്തി വന്നത്. പിണറായിക്ക് പ്രസംഗിക്കാൻ വേറെ ഒരു കാര്യവുമില്ല. ഭരണ മികവ് നേട്ടങ്ങൾ പറയുന്നില്ല. മോദിയെപ്പറ്റി ഒരക്ഷരം പറയുന്നില്ല. മോദി ആഞ്ഞടിച്ച് അധിക്ഷേപിച്ചതിന് പിണറായിയും CPM-ഉം ഒരക്ഷരം മറുപടി പറഞ്ഞില്ല. മോദിയോട് പ്രതികരിക്കാൻ കഴിയാത്ത പിണറായി എന്തിന് കോൺഗ്രസിനെയും രാഹുലിനെയും വിടാതെ ആക്രമിക്കൂ എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്നാൽ രാഹുലിൻ്റെ ഓഫീസ് അടിച്ചു തകർത്തിട്ടും പിണറായിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ മോദിയുടെ അധിക്ഷേപത്തോട് പ്രതികരിക്കാതെ നിരന്തരം രാഹുലിനെ ആക്രമിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ രാഹുലിനെ നിർബന്ധിക്കുകയായിരുന്നു ചുട്ട മറുപടി കൊടുക്കണമെന്ന്. മോദിയും പിണറായിയും തമ്മിലെ രഹസ്യധാരണ പ്രകാരം മോദി പിണറായിക്കെതിരെ എന്ത് പറഞ്ഞാലും തിരിച്ച് പ്രതികരിക്കില്ല എന്ന ധാരണയാണ് അവർ തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊരു അജണ്ടയുടെ പ്രത്യുപകാരമാണെന്ന് UDF-കാർ സംശയിക്കുന്നു. അതേസമയം രാഹുൽ പിണറായിക്കെതിരെ പ്രതികരിച്ചപ്പോൾ പിണറായി രാഹുലിനെതിരെ പറഞ്ഞതിനേക്കാൾ ശക്തിയോടെയാണ് രാഹുലിനെതിരെ ഉടൻ തന്നെ മോദി പ്രതികരിച്ചത്. രാജകുമാരൻ ഒളിച്ചോടി വയനാട്ടിലേക്ക് എന്നാണ് പറഞ്ഞത്. ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ ആരാണ് സുഹൃത്തുക്കൾ? പിണറായിയും മോദിയും ഒരുമിച്ച് ഇന്ത്യ മുന്നണി നേതാവിനെ നിരന്തരമായി ആക്രമിക്കുന്നു. ഇത് കാണുന്ന ജനങ്ങൾ ഇവർ രണ്ടുപേരും ഒന്നിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്നാണ് സംശയിക്കുന്നത്. ഇവിടെ മോദിയും പിണറായിയും അണ്ണൻ തമ്പിയും രണ്ടുപേരുടെയും ജന്മശത്രു രാഹുൽ ഗാന്ധി മാത്രവും രാഹുൽ ഗാന്ധി കുടുംബവും. മോദി സ്ഥിരമായി നെഹ്റു കുടുംബത്തെ ആക്രമിക്കുന്നു. ഇപ്പോൾ പിണറായിയും ഇന്ദിരാഗാന്ധിയെ അധിക്ഷേപിക്കുന്നുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. CPM-ന്റെ നിലപാട് ഇന്ത്യ മുന്നണിക്ക് എതിരാണെന്ന് വേണം കൃത്യമായി കണക്കാക്കാൻ.